ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നമ്മുടെ കൂടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് കേട്ടോ. അപ്പം ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും പ്യുർ EV എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ, കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ പ്ലൂട്ടോ 7G Max എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പം ഇവർക്ക് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ പറ്റി, പ്യുർ EVനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടാണ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ബാറ്ററി മാനുഫാക്ചറിങ് രംഗത്തും ഇലക്ട്രിക് വെഹിക്കിൾസ്, 2 വീലേഴ്സ് മാനുഫാക്ചറിങ് രംഗത്തും സജീവമായിട്ട് ഒരു 2018 മുതൽ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവരുടെ ഒരു മോഡലായിട്ടുള്ള ഈ പ്ലൂട്ടോ 7G Max ആണ് ഇന്ന് റിവ്യൂവിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ച് തന്നെയാണ്. 201 കിലോമീറ്ററാണ് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ റേഞ്ച് കിട്ടുന്നത്. അപ്പം ശരിക്കും 3 മോഡ്സ് ഉണ്ട്. അതിൽ എക്കോ മോഡൽ ആണ് ഈ ഒരു 201 ഒക്കെ റേഞ്ച് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 35 കിലോമീറ്റർ ആ ഒരു സ്പീഡായിരിക്കും മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുക. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് റൈഡ് മോഡാണ് കേട്ടോ. അതൊരു 45 km/h, അതാണ് മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുന്നത്. കിട്ടുന്ന റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 175 കിലോമീറ്റർ ആണ്. മൂന്നാമത്തെ സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കും 60 km/h ആണ് മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ മാക്സിമം സ്പീഡ് അതാണ്. അപ്പോൾ കിട്ടുന്ന ഒരു റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ഒക്കെയാണ് റേഞ്ച് കിട്ടുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്കും ഈ പ്ലൂട്ടോ 7G Max എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓൾറെഡി ഇവർക്ക് ഉള്ളൊരു പേര് തന്നെയാണ് ഈ പ്ലൂട്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഈ ഒരു മാക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നോൺ രജിസ്റ്റേർഡ് മോഡലുണ്ട്, ബാക്കി 3 മോഡൽസ് അല്ലാതെ നമുക്ക് രജിസ്റ്റേർഡ് മോഡൽസ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇനി ഇതിൻ്റെ മോട്ടർ ഭാഗം ഒന്ന് നോക്കാം. ഇതിൽ വരുന്ന ഒരു ഹബ് മോട്ടറാണ്. 1.5 kW to 2.2 kWh പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു BLDC മോട്ടറാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്തപ്പോഴാണെങ്കിലും അത്യാവശ്യം ഒരു പെർഫോമൻസ്, ഇപ്പോൾ ഒരു 60 ഒക്കെ സ്പീഡിലേക്ക് അത്യാവശ്യം ഇപ്പോൾ സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ആവുന്നുണ്ട്. പിന്നെ സഡൻ റെസ്പോൺസ് ആണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ബാറ്ററി പാക്ക് ഒന്ന് നോക്കാം. ബാറ്ററി പാക്ക് വരുമ്പോഴത്തേക്കും നോൺ റിമൂവബിൾ ആയിട്ടുള്ളൊരു ബാറ്ററി പാക്കാണ്. അത് നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും 3.5 kWh ഒരു ബാറ്ററി പാക്കാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കുറച്ചുകൂടെ സേഫ്റ്റി സൈഡ് നോക്കിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വരാം. അതേപോലെ ഇതിൽ വരുന്ന ചാർജർ ഇതാണ് കേട്ടോ. ചാർജർ വരുമ്പോഴത്തേക്കും ഒരു 5 to 6 hours ആണ് ഫുൾ ചാർജ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം വരുന്നത്. അതേപോലെ ഈ ബൂട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സ്വിച്ചൊക്കെ യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഐഡിയലായിട്ട് നമ്മൾ വെഹിക്കിൾ യൂസ് ചെയ്യാതെ കുറച്ച് നാളത്തേക്കൊക്കെ നമ്മൾ വെഹിക്കിൾ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും വളരെ സേഫായിട്ട് ബാറ്ററി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതിനൊരു സ്വിച്ച് എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റിംഗ് കംഫർട്ടൊക്കെ ആണെങ്കിലും 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ വേണ്ടിയുള്ള നല്ല കുഷനിങ് ഉള്ള നല്ല സീറ്റ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഈ ഒരു വെഹിക്കിളിൻ്റെ ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 3.5 kWh ബാറ്ററി പാക്ക്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് BMSൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ സെൽസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര കറക്റ്റ് ട്രൂ ആയിട്ടുള്ള എത്ര പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ ക്ലസ്റ്ററിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിക്ക് കുറച്ച് അഡ്വാൻറ്റേജുടെ കമ്പനി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർ ചാർജിങ്, ഹൈ ടെമ്പറേച്ചർ പോലെയുള്ള ഇഷ്യൂസിൽ നിന്നൊക്കെ വളരെ സേഫും സെക്യൂറും ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലൂട്ടോ 7G Max എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ടാണ് ഇറക്കിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ഏരിയ, ഇപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും 12.7 cm ഉള്ള ഒരു LED ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതിന് പുറമെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അതേപോലെ തന്നെ ഡൗൺ ഹിൽ അസിസ്റ്റ്, പാർക്കിംഗ് അസിസ്റ്റ്, റിവേഴ്സ് മോഡ്, അതുപോലെ തന്നെ സ്മാർട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോലെയുള്ള കുറേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു വെഹിക്കിൾ ത്രൂ നമുക്ക് ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണല്ലോ സാധാരണ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കിട്ടുക. പലപ്പോഴും പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്ത് കുറച്ച് രീതിയിലുള്ള റേഞ്ച് ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവും വിധമുള്ള ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഇലക്ട്രിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു 30% കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാക്കി ആഡ് ഓൺ ചെയ്ത് ഈ ഒരു വെഹിക്കിളിലേക്ക് എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാറിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഹാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും
വളരെ റെസ്പോൺസീവ്, നല്ലൊരു ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനിഷ്യൽ രീതിയിലുള്ള ആ ഒരു പുള്ളിങ് ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു പുള്ളിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എനിക്കൊരു പവർ ഡെലിവറി ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മോഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സ്വിച്ചസ് ത്രൂ ആണ്. 1, 2, 3 3 മോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എക്കോ ഉണ്ട്, റൈഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്പോർട്സ് മോഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോഡ്സ് ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. പാർക്കിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അപ്പം നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് സ്പോർട്സ് മോഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിലാണ് കുറച്ചുകൂടി നമുക്ക് ലോങ്ങിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ലൈറ്റ്സിൻ്റെ ഓൺ ഓഫ് സ്വിച്ചുകളൊക്കെ ഇവിടെ കാണാം. അതുപോലെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് റിവേഴ്സ് മോഡിൻ്റെയാണ് കേട്ടോ. റിവേഴ്സ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെഹിക്കിൾ ഓൺ ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ ലോങ് പ്രസ് പിടിച്ചുകൊണ്ട് കൈ പതുക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് പതുക്കെ റിവേഴ്സ് മോഡിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് ആ ഒരു മോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിലെ ഈ ഒരു ഫിനിഷ്, പ്യുവറിൻ്റെ ഈ ഒരു ഫിനിഷും ഈ ഒരു ഗ്രിപ്പൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്ലാസിക് ഫീൽ നിലനിർത്തുന്ന ഒരു മിറർ കാര്യങ്ങൾ കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡിമ്മർ ബ്രൈറ്റ്, അതുപോലെ തന്നെ ഹോൺ, ഇൻഡിക്കേറ്റർ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ കീ വരുമ്പോൾ ഇതാണ് കേട്ടോ, ഒരു സെൻസറുള്ളൊരു ടൈപ്പ് ഓഫ് ഒരു കീ ആണ് കൊടുത്തിട്ടുള്ളത്. ലോക്ക് അൺലോക്ക് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു എന്തെങ്കിലും തിങ്സ് ഒക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലോക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു സ്പേസ്, യൂട്ടിലിറ്റി സ്പേസ്, സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊബൈലോ പേഴ്സോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് അത്യാവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് വെച്ചാൽ ഒരു ഫ്ലാറ്റ്, ഒരു ബോട്ടം, ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റഡ് പാർട്ട് ഇല്ലാത്ത പല സ്കൂട്ടേഴ്സിനും നമ്മൾ പ്രൊജക്റ്റഡ് പാർട്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ നീറ്റായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ചാർജിങ് ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ. ഈ ഒരു സീറ്റിന് താഴെ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബോഡിയിലേക്ക്, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഒരു ഫൂട്ട് റെസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ പില്ലിന് നമുക്ക് ഫൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പ്രൊജക്റ്റഡ് ഫൂട്ട് റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇവിടെ നീറ്റായിട്ടുള്ളൊരു ഈ പ്ലൂട്ടോ 7G മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രാഫിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഹബ് മോട്ടറിന് ഒരു കവറിങ് ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു കവറിങ്, അത്യാവശ്യം ക്വാളിറ്റിയിലുള്ളൊരു പ്യുവറിൻ്റെ ഒരു ലോഗോ ഉള്ളൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്റർ കൂടെ ഒന്ന് നോക്കാം. ക്ലസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം വലിപ്പമുള്ളൊരു LED ഒരു സ്ക്രീനാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്, ഫുൾ കട്ടയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്ലൂട്ടോ എന്നുള്ള ആ നെയിം ഇവിടെ കാണാം. അതേപോലെ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് മോഡിലാണ് ഓടുന്നതെന്നുള്ളതാണ് കേട്ടോ. 1, 2, 3 മോഡ്സ് ഇവിടെ കാണാം. സ്പീഡ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ത്രൂ ആണ് അറിയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് നോക്കാം അല്ലേ. ഫ്രണ്ട് ലുക്ക് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്തായാലും റിവ്യൂവിന് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡാണ്. 4 കളർ അവൈലബിൾ ആണ് കേട്ടോ. ഒന്നൊരു റെഡ് ഉണ്ട്, വൈറ്റ്, അതുപോലെ തന്നെ ഗ്രേ, മാറ്റ് ബ്ലാക്ക്, അങ്ങനെ 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്കിൽ തന്നെ ഒരു ക്ലാസിക് ഫീൽ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്രോം ഇൻസെറ്റിലുള്ള ഈ ലൈറ്റ്സിന് ചുറ്റുമുള്ള ഒരു കവറിങ് കാണാം. DRLs ഉണ്ട്, ഒരു നോർമൽ ഒരു ലൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ലൈറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാവേ. ജസ്റ്റ് കണ്ടോ, DRLs നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഡിം ബ്രൈറ്റ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ ലൈറ്റ് ചേഞ്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൂടെ ജസ്റ്റ് കാണിക്കാം. ഇൻഡിക്കേറ്റർ വരുമ്പോൾ കണ്ടോ, അത്യാവശ്യം സൗണ്ടിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഇൻഡിക്കേറ്റർ ഓപ്ഷൻ കാണാം. പ്യുവർ EVയുടെ ഒരു ലോഗോ സെൻട്രലായിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റിന് ചുറ്റും ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നതിന് ഈ ഒരു ക്രോം ഇൻസേഷൻ വളരെ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുന്നു. കണ്ടോ, അതിൻ്റെ ആ ഒരു ക്രോം ഇൻസേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ കാസിലൊക്കെ അല്ലേ നമ്മൾ ഈ ഒരു ക്രോം ഇൻസേഷൻ കാണുക. എന്തായാലും സ്കൂട്ടറിലേക്കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ടേഴ്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്കിംഗ് നോക്കുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ സൈഡിൽ ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് അലോയ് വീൽസ് ആണ് കേട്ടോ. കാസ്റ്റ് അലോയ്സ് നമുക്ക് ഇതിൽ കാണാം. ടേഴ്സ് നോക്കുമ്പോഴും അത്യാവശ്യം വീതിയുള്ളൊരു ടയർ പ്രൊഫൈലാണ് കേട്ടോ. നമ്മൾ സ്കൂട്ടേഴ്സിൽ കാണുന്ന ഒരു ഒതുങ്ങിയിട്ടുള്ളൊരു ടയർ പ്രൊഫൈലല്ല, കുറച്ചുകൂടി ഒരു ബൾക്കി ഫീലുള്ള ടേഴ്സാണ് ഇതിൽ കാണുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഹാൻഡ്ലിംഗ് വെയ്സ് ഒക്കെ കുറച്ചുകൂടെ ലൈറ്റ് ആൻഡ് സിമ്പിളാണ്. വെഹിക്കിളിന് ഓവറോൾ വെയിറ്റ് കുറച്ച് നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിംഗ് വളരെ സിമ്പിളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട് ഓവറോൾ ലുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്ത എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര യൂണിറ്റ് കറണ്ട് ആവും ഫുൾ ചാർജിന് എന്ന് അല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 4 യൂണിറ്റ് കറണ്ട് മാത്രമേ ആവുന്നുള്ളൂ ഫുൾ ചാർജിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഒരു യൂണിറ്റ് കണക്ക് വെച്ചിട്ട് ഒരു 6 രൂപ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ 6 × 4 ഒരു 24 രൂപയോളം ആവുന്നുള്ളൂ ഫുൾ ചാർജിന്. അപ്പോൾ അതിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വരുമ്പോഴത്തേക്കാണ് ശരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ എന്നാലും ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഈ പ്ലൂട്ടോ 7G മാക്സിൻ്റെ
എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,14,999 രൂപയാണ്. അതായത് 1,15,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോഴത്തേക്കും 1,37,000 സംതിങ്ങിലേക്കാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളോട് നോക്കുമ്പോഴത്തേക്കും ഒരു 3 വർഷമോ അല്ലെങ്കിൽ 30,000 കിലോമീറ്ററോ വാറണ്ടി കിട്ടുന്നുണ്ട്. നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ ഒരു 5 വർഷമോ അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ വരെ എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്തായാലും നമ്മുടെ പ്യുർ EV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെയൊക്കെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഇങ്ങനെ ചെയ്തു വരുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്യുർ EVയുടെ ഈ പ്ലൂട്ടോ 7G Max കൂടെ എന്തായാലും ഇപ്പോൾ ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണോടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.